നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ കാലങ്ങളായിട്ടുള്ള മോഹമാണ് തൃശ്ശൂർ പുലിക്കളി കാണണമെന്നുള്ളത്. ഇപ്രാവശ്യം അടിച്ചു നിന്നില്ല. നേരെ ഒരു KSRTC ബസ്സിൽ അങ്ങ് കയറി വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ അങ്ങ് എത്തി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ കണ്ടോ, ഈ ശ്രീമൂലസ്ഥാനം ഇവിടെ ഇരിക്കരുത് എന്നുള്ളൊരു ബോർഡുണ്ട്. ഈ പൂരത്തിന് ഇത്രയൊക്കെ ആളുകൾ വന്നിട്ടും പല ഭാഗത്തുണ്ടായിട്ടും അവരാരും ഇവിടെ ഇരിക്കുന്നില്ല. അത്രയ്ക്ക് വിശ്വാസം പുലർത്തുന്നുണ്ട് ഭക്തജനങ്ങൾ. എവിടെ നിന്നാലാണ് പുലികളെ കൃത്യമായി കാണാൻ പറ്റുക എന്ന് അന്വേഷിച്ച് അവസാനം ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ കുറേ മീഡിയ പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഭാഗത്ത് തന്നെ ആയിരിക്കും. ഇത് പടിഞ്ഞാറേക്കോട്ടയാണ്, ആ ഭാഗത്തേക്കുള്ള വഴിയാണ്. ഇവിടെയാണ് അത്ര പുലികളെല്ലാം വന്ന് സംഗമിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നിൽക്കാം എന്ന് കരുതി. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലുള്ളവരൊക്കെ ഇവിടെ, അവരുടെ ക്യാമറാമാൻമാർ അവിടെ ഉണ്ട്, അവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടീമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതിന് പുറമെ കുറേ വ്ളോഗർമാരും ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഏത് ഭാഗത്ത് നിന്നാലാണ് കൂടുതൽ നന്നായിട്ട് പുലികളി കാണാൻ പറ്റുക എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നു കുറേ. അപ്പോൾ ഇവിടെ കുറേ ഇലക്ട്രോണിക് അതുപോലെ തന്നെ പ്രിൻ്റ് മീഡിയകളിലുള്ള ഒരുവിധം എല്ലാ പ്രമുഖരായ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും അവരുടെ ടെക്നിക്കൽ ടീമും എല്ലാവരും ഇവിടെയുണ്ട്. 24-ൻ്റെ താജ് ഇബ്രാഹിമാണ് ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്നത്. ഈ ആഘോഷങ്ങളൊക്കെ ജനകീയമാക്കുന്നത് മീഡിയയാണ്. മീഡിയ തന്നെ ചെണ്ടമേളവും പുലികളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പല ഭാഗത്തും. ഇപ്രാവശ്യം പുലിക്കളിക്കാർക്ക് നല്ല കാലമാണ്. ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുലിക്കളി റിപ്പോർട്ടർ ചാനലുകാരങ്ങ് തുടങ്ങിയിരിക്കുന്നു. ശ്രീമതി സുജയ പാർവതി കത്തി കയറുകയാണ്. ഞങ്ങളും മോശക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി എങ്ങനെ ഇത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാം എന്ന ചർച്ചയിലാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റ്. ലഹരി വിരുദ്ധ ഒരു ടാബ്ലോ വരുന്നുണ്ട്. ഇപ്രാവശ്യം ഓരോ പുലിക്കളിക്കാരുടെ ട്രൂപ്പിനും 3 ലക്ഷം രൂപ വീതം കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്നും 1 ലക്ഷം രൂപ വീതം തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെൻ്ററിൻ്റെ വകയും പിന്നെ സ്റ്റേറ്റ് ടൂറിസം വകുപ്പിൻ്റെ വകയായിട്ട് 4 ലക്ഷം രൂപയും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വകയായിട്ട് 3.2 ലക്ഷം രൂപയും അതിനു പുറമെ 120 ലിറ്റർ മണ്ണെണ്ണയും ഓരോ ട്രൂപ്പിനും നൽകാമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ ചെയർമാനാണ് ഇവിടെ തിമർത്ത് ആഘോഷിക്കുന്നത് മലയാള മനോരമയുടെ അയ്യപ്പദാസും ടീമുമാണ്. സൂര്യപ്രകാശം അത്യാവശ്യം ചൂടുള്ളതായിരുന്നു. ഈ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള സൂര്യൻ്റെ വെളിച്ചം ക്യാമറയിൽ തട്ടി പിക്ചർ ക്വാളിറ്റി കുറച്ച് കുറവായിട്ടുണ്ട്. ഇവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് മാറുകയാണ്. ഒട്ടുമുക്കാലും എല്ലാ മാധ്യമങ്ങളുടെയും ഒരു വണ്ടികളൊക്കെ ഇവിടെ റെഡിയാണ്. ഇവിടെ നിന്നാണ് പവർ സപ്ലൈയും എല്ലാം. ആളുകൾ ഈ മൈതാനത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമോ നോക്കി കിട്ടി. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കുടവയറുള്ള ചേട്ടന്മാർ കുറവാണ്.
കുടവയറുള്ള ആളുകൾക്ക് ഒരുപക്ഷെ സ്റ്റാമിന കുറവായിരിക്കും, സ്റ്റാമിന കൂടുതലുള്ള ആളുകൾക്ക് കുടവയറ് കുറവായിരിക്കും. രണ്ടും കൂടി ഉള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഈ ടാബ്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് ലോറിക്ക് മുകളിലാണ്. ലോറി റിവേഴ്സ് എടുത്താണ് വരുന്നത്. ഡ്രൈവർക്ക് അവിടുന്ന് നോക്കിയാൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ക്യാമറ ഉണ്ടോ ഒന്നും അറിയില്ല. എങ്ങനെയായാലും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ചിലർ തളർന്ന് വീഴുന്നുണ്ട്. അവരെ കൊണ്ടുപോകാനാണ് ആംബുലൻസ്. ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്ന് ആസ്വദിക്കുന്ന ആളുകളും ഉണ്ട് ധാരാളം. പോലീസുകാരെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ കേട്ടാലും പോലീസുകാരില്ലാത്ത ഒരു ക്രമസമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കും. അവരെത്ര നന്നായി മനോഹരമായിട്ടാണ് നിയന്ത്രിക്കുന്നത്. സാക്ഷാൽ ജനമൈത്രി പോലീസ് ഇതുതന്നെയാണ്. എത്ര നല്ല രീതിയിലാണ് അവർ ഇടപഴകുന്നത് ജനങ്ങളുമായി. ആൺപുലികളും പെൺപുലികളും ഉണ്ട്. കുടവയറില്ലാത്ത പുലികളാണ് ഏറെയും. കുടവയർ വലിയൊരു ഘടകമാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കുടവയർ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകളോളം നടന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ കുടവയറും വെച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ കുടവയറിനും ഒരു ഭംഗിയുണ്ട് എന്ന് ഈ പുലിക്കളിയിലൂടെ തെളിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള 480-ലധികം പുലികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്തത് ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. അതായത് പുലിമീൻ്റെ ടാബ്ലോ ആണ്. പുലിമീൻ എന്ന് പറയുന്നത് ടൈഗർ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് ഡാവിഞ്ചി സുരേഷാണ്. അതിൻ്റെ മുകളിൽ ഒരാൾ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അയാൾ അതിൻ്റെ മുകളിൽ വളരെ സാഹസികമായിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും
സാധാരണ പുലിക്കളികളിൽ ഉപയോഗിക്കുന്ന ടാബ്ലോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ വായക്കകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ചിറകുകളെല്ലാം ചലിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും. മീനിൻ്റെ മുകളിലുള്ള പുലി ഇപ്പോൾ ഇരുന്നിട്ടാണ് കളിക്കുന്നത്. അതെവിടെയെങ്കിലും നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കളിക്കുന്നത്. അപ്പോൾ ഇത് ചലിക്കുന്ന സമയത്ത് നിന്ന് കളിക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചലിക്കുമ്പോൾ ഇരിക്കുന്നത്. അടുത്ത ടാബ്ലോയിൽ 2 ദേവിമാരുണ്ട്. ഇവർ കുറേ നേരമായി പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പുലിക്കളി എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനും കൂടിയാണ്. ഈ ടാബ്ലോകൾക്കൊക്കെ സമ്മാനമുണ്ട്. അപ്പോൾ എന്തായാലും ദേവിമാർ കുറേ നേരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നാട്ടുവിശേഷങ്ങളാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നുണ്ട്. സാധാരണ ഈ ടാബ്ലോയിൽ അനങ്ങാതെ നിൽക്കണം എന്നൊക്കെയാണ്. എന്തായാലും ദേവിമാർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ താഴ്ത്തുകൊണ്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഒന്ന് പോയിക്കുന്നൊക്കെ ഉണ്ട്. ഈ താഴ്ന്നു കിടക്കുന്ന ഈ കേബിളുകളെല്ലാം വളരെയധികം തടസ്സമാണ് ഇങ്ങനെ ഉയരമുള്ള ഇത്തരം ടാബ്ലോകൾ കൊണ്ടുവരുന്നതിന്. എന്തായാലും മനോഹരമായ ഒരു ടാബ്ലോ തന്നെയാണ്. എന്തായാലും ദേവിമാർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. മണിയടി കേട്ട് ദേവിമാരെ പൂജിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. ഇവിടെ പഞ്ഞി മിഠായി പോലെ ഒരു സാധനം കൊണ്ട് ഒരാൾ നടക്കുന്നുണ്ട്. അയാളാണ് മണിയടിക്കുന്നത്. ഹാർഡ് വർക്കേഴ്സിൻ്റെയാണ് അടുത്ത ടാബ്ലോ വരുന്നത്. ഒരു പുല്ല് വെട്ടുന്ന ഒരാൾ, മെഷീനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ട്രാഫിക് പോലീസുകാരനുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ആൾ ടീച്ചറാണോ? എനിക്കൊരു സംശയം.
അടുത്തത് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം മറ്റതും അതുപോലെ തന്നെ ചൈൽഡ് അബ്യൂസ് ഇങ്ങനെയുള്ള ഇതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ടാബ്ലോ ആണ്. വളരെയധികം സന്ദേശങ്ങൾ നൽകുന്ന ടാബ്ലോകളാണ്. മീഡിയ തൃശ്ശൂർക്കാരായ അല്ലെങ്കിൽ തദ്ദേശീയരായ സെലിബ്രിറ്റികളുടെ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന തിരക്കിലാണ്. ആൺപുലികളും പെൺപുലികളും ഉണ്ട്. പിന്നെ പെൺപുലികളിൽ ഈ കുടവയറുള്ളവർ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും കുടവയറുള്ളവർക്ക് നല്ല മാർക്കറ്റാണ് തൃശ്ശൂർ പുലിക്കളിക്ക് വന്നാൽ. കുടവയറുള്ള ആളുകൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ജെയിംസ് കാമറൂണിൻ്റെ അവതാർ സിനിമയുടെ ഒരു മനോഹരമായ ഒരു ടാബ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. AD 3000 ഇനി എന്തെല്ലാം സംഭവിക്കും അല്ലേ? മനുഷ്യരും അതുപോലെ മറ്റു ജീവികളുമായിട്ടുള്ള ബന്ധം, ബഹിരാകാശ ജീവികളുമായിട്ടുള്ള ബന്ധം, മനുഷ്യൻ്റെ പുരോഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സയൻസിൻ്റെ ആ ഒരു പ്രോഗ്രസ് ഒക്കെ ആണല്ലോ ഇത്തരം സിനിമകളിലൂടെ കാണുന്നത്. മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയൊരു അനുഭവമാണിത്. തൃശ്ശൂർ സിറ്റി കോർപ്പറേഷൻ്റെ ബ്രതി 2025 ശുചിത്വ മിഷൻ്റെ ഓട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അടുത്ത ടാബ്ലോ വരുന്നത്. ഇതിൽ എനിക്ക് പ്രത്യേകത തോന്നിയത് ഇതിൽ ആ ഓട്ടോ ഡ്രൈവർ ആ ഒരു പൊസിഷനിൽ കുറേ നേരമായി അദ്ദേഹം ഇരിക്കുന്നു. അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. സ്ത്രീയുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും ഇതേ പൊസിഷനിൽ ഒരു അനക്കവുമില്ലാതെ ഒരു ടാബ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. വളരെ സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് ആ ഇരിപ്പ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മുന്നോട്ടാഞ്ഞ് ഒരു
ആ ഒരു ദിശയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്നും നിവർന്ന് ഇരിക്കുന്ന പോലുമില്ല. ഹമ്പിൾ ആൻഡ് സിമ്പിൾ, നല്ല മെസ്സേജ് നൽകിക്കൊണ്ടുള്ള ഒരു ടാബ്ലോ. അടുത്ത ടാബ്ലോ ഈ ഹരിത കർമ്മ സേനയുടെ ആണെന്ന് തോന്നുന്നു. ഈ ആനയുടെ ഇതിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്. ഇതൊരു കാട്ടിലെ ആനക്കുട്ടി ഇതൊക്കെ വെച്ച് ഒരു ആദിവാസികളും ഇവരൊക്കെ അങ്ങനെ സൃഷ്ടിച്ചതാണെന്ന് തോന്നുന്നു. എന്താണ് ടീം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഹരിതകർമ്മ സേനയുടെ അവരുടെ സന്ദേശം, അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ഒരു സന്ദേശത്തോടു കൂടിയിട്ട് വരുന്നത്. ഊട്ടിയിൽ നിന്ന് മാലിന്യം വലിച്ചെറിയാൻ ഒരു 45 ഡിഗ്രിയെങ്കിലും ചെരിഞ്ഞ് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അനങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം നേരെ നിവർന്നിരിക്കുന്നുമുണ്ട്. ഒരു ദൈവികമായ ഒരു ടേബിളോ ആണ്. ഹനുമാൻ ലങ്ക സന്ദർശിക്കാൻ പോകുന്നതിനിടയ്ക്ക് ജലം സ്വീകരിക്കുന്ന, അതായത് ദാഹം തീർക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരു രംഗം. ഈ ലോറി ഡ്രൈവർമാരെ സമ്മതിക്കണം. കാരണം എത്ര ദൂരം റിവേഴ്സിൽ ഈ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ ഓടിക്കുന്നത് ഇവർ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
തൊട്ട് പുറകെ വരുന്നതാണ് പ്രകൃതിയായിട്ട് ബന്ധമുള്ള ഒരു ടാബ്ലോ ആണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റുകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണോ എന്നൊരു സംശയമുണ്ട്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെ ഒരു വശത്ത് കാണിച്ചിട്ടുണ്ട്, മറുവശത്ത് ഇന്ദിരാഗാന്ധിയാണോ അറിയില്ല. എന്തായാലും പ്രകൃതിയോട് ബന്ധപ്പെട്ട ഒരു ടാബ്ലോ ആണ്. പ്രകൃതി ചൂഷണത്തിനെ കുറിച്ചിട്ടാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും മടങ്ങി പോവുകയാണ്. എല്ലാവരും കളിയൊക്കെ കണ്ട് വളരെയധികം സംതൃപ്തിയോടെ മടങ്ങുകയാണെന്ന് തോന്നുന്നു. ഈ ബസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല, കാരണം ഇതിൻ്റെ അകത്തേക്ക് ഇവിടേക്ക് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വണ്ടി എടുക്കാതിരുന്നത്. എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവം നൽകിയ ഇക്കൊല്ലത്തെ തൃശ്ശൂർ പുലിക്കളിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ മടങ്ങുന്നു. എല്ലാവർക്കും നന്ദി.